നമസ്കാരം. എൻ്റെ പേര് ശ്രീദേവി. SUT ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് HOD ആണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പാർക്കിൻസൺസ് ഡിസോർഡറിനെ കുറിച്ചാണ്. പാർക്കിൻസൺസ് ഡിസോർഡർ, അതിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക്, പാർക്കിൻസൺസ് ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഫിസിയോതെറാപ്പിയുടെ പങ്കിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. പാർക്കിൻസൺസ് ഡിസോർഡർ നമുക്കറിയാം, പ്രധാനമായിട്ടും നമ്മുടെ ചലനത്തിനെ ബാധിക്കുന്ന രോഗമാണ് പാർക്കിൻസൺസ് ഡിസോർഡർ. ഇത് നമ്മൾ ചലനം നിയന്ത്രിക്കുന്നത് തലച്ചോറാണ്. അപ്പോൾ തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് പാർക്കിൻസൺസ് ഡിസോർഡർ. ഇതിന് പ്രധാനമായിട്ട് 4 ലക്ഷണങ്ങളാണ് പറയുന്നത്. ഒന്ന്, വിറയൽ അഥവാ ട്രെമർ എന്ന് പറയും. ഇത് പിൽ റോളിംഗ് ട്രെമർ, റെസ്റ്റിംഗ് ട്രെമർ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. നമുക്കറിയാം, കൈ വിറയൽ നമ്മൾ പലരിലും കാണാറുണ്ട്. ഇത് പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ലക്ഷണമാകാം. രണ്ടാമതായി പറയേണ്ടത് റിജിഡിറ്റി, അതായത് മസിലിലുണ്ടാകുന്ന ഒരു കടുപ്പം, മുടുക്കം എന്നൊക്കെ പറയാം. ഒരു സ്റ്റിഫ്നെസ്, മസിലിലും ജോയിൻസിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്റ്റിഫ്നെസ്സാണ് റിജിഡിറ്റി എന്ന് പറയുന്നത്. മൂന്നാമതായി പറയേണ്ടത് ബ്രാഡിക്കൈനേസിയ, അതായത് ചലനത്തിലുണ്ടാകുന്ന ഒരു മന്ദത, വേഗത കുറവ്, വ്യാപ്തി കുറവ്, ചലനം മുഴുവനായി ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് ബ്രാഡിക്കൈനേസിയ എന്ന് പറയുന്നത്, ചലനത്തിൽ ഉണ്ടാകുന്ന മന്ദഗതി. നാലാമതായി പോസ്ചറൽ ഇൻസ്റ്റെബിലിറ്റി. പോസ്ചറൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ ബാലൻസ് പോകുന്ന അവസ്ഥ, ഒരു പേഷ്യൻറ്റിൻ്റെ ബാലൻസിനെ ബാധിക്കുന്നതാണ് പോസ്ചറൽ ഇൻസ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി പറയേണ്ടത് മാസ്ക്ഡ് ഫേസ്, അതായത് മുഖത്തിൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും വരാതെ, അത് മുഖത്തിലെ പേശികളുടെ കടുപ്പം മൂലം എക്സ്പ്രഷൻസ് വരാതിരിക്കുന്ന ഒരവസ്ഥ, അതാണ് മാസ്ക്ഡ് ഫേസ്. അടുത്തതായി പറയേണ്ടത് ഈ പേഷ്യൻസിലുണ്ടാകുന്ന പോസ്ചറിലുള്ള വ്യത്യാസം. കൂനിയ ഒരു പോസ്ചറായിരിക്കും ഈ പേഷ്യൻസിനുണ്ടാകുന്നത്. അപ്പോൾ മുന്നിലേക്ക് കുനിഞ്ഞ് നടക്കുന്ന ഒരു രീതിയാണ് ഈ പേഷ്യൻസിന് പൊതുവേ കാണുന്നത്. അതുപോലെ തന്നെ ഇവർ നടക്കുന്ന രീതി, ഇവരുടെ ചലനം, അതിനെ ഗേറ്റ് പാറ്റേൺ എന്നാണ് പറയുന്നത്. ആ ഗേറ്റ് പാറ്റേൺ ഫെസ്റ്റിനേറ്റിംഗ് ഗേറ്റ് എന്നാണ് പറയുക. അതായത് പെട്ടെന്ന് മുന്നിലേക്ക് കുനിഞ്ഞ് പെട്ടെന്ന് സ്റ്റെപ്സ് വെച്ച് നടക്കുന്ന ഒരു പാറ്റേൺ ആണ് പാർക്കിൻസൺസ് ഡിസോർഡർ പേഷ്യൻസിന് കാണുന്നത്. ഇതിന് പുറമെ ഇവരുടെ കൈയക്ഷരങ്ങൾ വളരെ ചെറുതായി പോവും, മൈക്രോഗ്രാഫിയ എന്ന് പറയും. അതുപോലെ പേഷ്യൻസിന് യൂറിനറി ഇൻകോണ്ടിനൻസ്, ഡിപ്രഷൻ, ഇങ്ങനെ തുടങ്ങിയ പല ലക്ഷണങ്ങളും കണ്ടുവരുന്നു. ഈ പേഷ്യൻസിൽ പൊതുവെ ചികിത്സാ രീതി എന്താണെന്ന് വെച്ചാൽ മരുന്ന് ചികിത്സയാണ് മുഖ്യം. ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരു ന്യൂറോളജിസ്റ്റിനെ കണ്ട് ഇതിന് വേണ്ട മെഡിസിൻസ് എടുക്കുക. അതിനോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പിയും സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇതിന് പുറമെ സർജിക്കലായിട്ട് DBS എന്ന് പറയുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറും കൂടെ പറയുന്നു. ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇതിനോടൊപ്പം ചെയ്യേണ്ട കുറച്ച് എക്സസൈസുകളും കൂടെ ഉണ്ട്. അതിൽ ആദ്യമായിട്ട് പറയേണ്ടത്, പേഷ്യൻറ്റിന് ഇപ്പം നമ്മൾ എക്സസൈസ് കൊടുക്കുന്നത് സ്റ്റേജസ് അനുസരിച്ചാണ്. ഇപ്പോൾ ഏർലി സ്റ്റേജ്, മിഡിൽ സ്റ്റേജ്, ലേറ്റ് സ്റ്റേജ്, അങ്ങനെ 3-4 സ്റ്റേജുണ്ട്. ആ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഏർലി സ്റ്റേജിലെ പേഷ്യൻസ് എന്ന് പറയുന്നത് മറ്റ് നോർമൽ ആളുകളെ പോലെ എല്ലാ എക്സസൈസുകളും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ എക്സസൈസും നമുക്ക് കൊടുക്കാം. അതേസമയം മിഡിൽ സ്റ്റേജിലുള്ള പേഷ്യൻസിന് ചിലപ്പോൾ എല്ലാ എക്സസൈസുകളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് അവരുടെ കണ്ടീഷൻ അനുസരിച്ചുള്ള എക്സസൈസ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ്. മൂന്നാമതായി വരുന്നത്, വളരെ ലേറ്റ് ഫേസിൽ വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസും കൂടെ ഉണ്ടാവും. സ്റ്റിഫ്നെസ്, ചിലപ്പോൾ ബ്ലഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസ് ആയിരിക്കും ലേറ്റ് സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ ഇവർക്ക് ഏത് സ്റ്റേജിലാണോ ഉള്ളത് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഫിസിയോതെറാപ്പിയിൽ കൊടുക്കുന്നത്. ഫിസിയോതെറാപ്പിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, ആദ്യം നമ്മൾ പേഷ്യൻസിനെ മോട്ടോർ ലേണിംഗ് ആണ് പഠിപ്പിക്കുന്നത്. ഒരു ടാസ്ക്, അവർക്ക് ചെയ്യാൻ പറ്റാത്ത ടാസ്കിനെ വളരെ ചെറിയ ടാസ്കുകളാക്കി മാറ്റി അതിനെ പലതവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ എടുക്കുന്ന ഒരു മെത്തേഡുണ്ട്, മോട്ടോർ ലേണിംഗ്. അതാണ് നമ്മൾ ആദ്യം പേഷ്യൻസിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇപ്പോൾ ചിലപ്പോൾ ബെഡിൽ നിന്ന് എണീക്കാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെ എണീക്കണം, സൈഡിലേക്ക് ചരിയുക, കാല് പുറത്തിട്ട് എണീക്കുക, അങ്ങനെയുള്ള ചെറിയ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് കൊടുത്ത് അവരെ കൊണ്ടത് പലതവണ ചെയ്യിച്ച് അവർ ട്രെയിൻ ചെയ്യിച്ചെടുക്കുന്ന ഒരു മെത്തേഡാണ് മോട്ടോർ ലേണിംഗ് എന്ന് പറയുന്നത്.
ഇനി രണ്ടാമതായി കൊടുക്കുന്നത് എക്സസൈസുകളാണ്. എക്സസൈസുകൾ വളരെ പ്രാധാന്യം ഉള്ളതാണ്. ആദ്യമായി റിലാക്സേഷൻ എക്സസൈസ്. ഈ ട്രെമർ, റിജിഡിറ്റി പോലുള്ള കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് റിലാക്സേഷൻ എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റിലാക്സേഷനിൽ നമുക്ക് നമ്മളുടെ തന്നെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട് ഫിസിയോതെറാപ്പിയിൽ. ഇതിന് പുറമെ മ്യൂസിക് കേൾക്കാൻ താല്പര്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് അങ്ങനെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ ടേപ്സ് കേൾക്കാം. മെഡിറ്റേഷന് താല്പര്യമുള്ള പേഷ്യൻസ് ആണെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം. അങ്ങനെ സെൽഫ് റിലാക്സിങ് ടെക്നിക്സ് ഉള്ള പേഷ്യൻസിന് അത് അങ്ങനെ ചെയ്യാം. അല്ലാതെ ഫിസിയോതെറാപ്പിയിൽ നമ്മൾ പ്രോഗ്രസീവ് റിലാക്സിങ് ടെക്നിക്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അതിലൂടെ റിലാക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്കി എക്സസൈസുകൾ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ജോയിൻറ്റിൻ്റെ ഫുൾ മൂവ്മെൻറ്റ് പേഷ്യൻറ്റിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന് നമ്മൾ സ്ട്രെച്ചിങ് ഒക്കെ കൊടുക്കാറുണ്ട്. സ്ട്രെച്ചിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ മീറ്റ് ചെയ്ത് എന്തൊക്കെ എക്സസൈസ് സ്യൂട്ടബിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കുന്നത് റെസിസ്റ്റഡ് എക്സസൈസുകളാണ്. അതായത് നമ്മൾക്കറിയാം ഈ ചെറിയ വെയിറ്റുകളും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും റെസിസ്റ്റൻസ് ബാൻഡൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടുള്ള എക്സസൈസുകളാണ് ഈ റെസിസ്റ്റഡ് എക്സസൈസിൽ വരുന്നത്. ഇത് പ്രധാനമായിട്ട് കൊടുക്കേണ്ടത് ഈ പേഷ്യൻ്റ് മെഡിസിൻ കഴിച്ച് ഒരു 45 തൊട്ട് 1 മണിക്കൂറിന് ശേഷം കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ആ ഒരു ഫേസ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് ഫുള്ളി ഓൺ ആയിരിക്കുന്ന ഫേസ് ആയിരിക്കും. അവർക്ക് ഈ സിംറ്റംസ് ഒക്കെ വളരെ കുറവായിരിക്കും. ചിലപ്പം സിംറ്റംസ് ഒട്ടും ഉണ്ടാവില്ല. ആ ഫേസിൽ എക്സസൈസ് കൊടുത്താൽ വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ആ ഫേസിൽ മിസ്സാവാതെ നോക്കുക എക്സസൈസ്. ആ ഒരു ടൈമിൽ റെസിസ്റ്റഡ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് പുറമെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് ഫങ്ഷണൽ ട്രെയിനിങ് കൊടുക്കാം പേഷ്യൻറ്റിന്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെയിലി ആക്ടിവിറ്റീസിനുള്ള ട്രെയിനിങ്, അതായത് ഇപ്പം ബെഡിൽ നിന്ന് എണീക്കാൻ, ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ, നടക്കാൻ, പിന്നെ ടോയ്ലറ്റിൽ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ട്രെയിനിങ് ആണ് പേഷ്യൻസിന് കൊടുക്കുക. ഈ അതിൽ തന്നെ ഫങ്ഷണൽ ട്രെയിനിങ്ങിൽ തന്നെ നമുക്ക് ഈ പാർക്കിൻസൺസ് ഡിസോർഡർ ഉള്ള പേഷ്യൻസിന് ഈ മുന്നിലേക്ക് ഇങ്ങനെ കുനിഞ്ഞ് നടക്കുന്ന ഗേറ്റ് ആയതുകൊണ്ട് അവർക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫോൾ ആയി പോയാൽ അവിടെ നിന്ന് എണീക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, എങ്ങനെയാണ് നമുക്ക് ഒരു സേഫർ പൊസിഷനിലേക്ക് വരാൻ പറ്റുന്നത്, എങ്ങനെയാണ് എണീക്കാൻ പറ്റുന്നത് എന്നുള്ള ട്രെയിനിങ്ങെല്ലാം പേഷ്യൻസിന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഫേസിൽ നമുക്കറിയാം എക്സ്പ്രഷൻസ് ഒന്നും വരത്തില്ല പേഷ്യൻസിന്. അപ്പോൾ അവർക്ക് ഫേഷ്യൽ മസിലിൻ്റെ ട്രെയിനിങ്, അതുപോലെ സ്വോളോയിങ്, ച്യൂയിങ്, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിനുള്ള എക്സസൈസുകൾ നമ്മൾ കൊടുക്കണം. പ്രധാനമായിട്ട് ട്രെയിൻ ചെയ്യേണ്ടത് ബാലൻസ് ആണ്. പേഷ്യൻറ്റിൻ്റെ ബാലൻസ് ട്രെയിനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്നൊരു ഇൻസ്റ്റബിലിറ്റി വരുവാണെങ്കിൽ അവിടെ വീഴാതെ പിടിച്ച് നിൽക്കാനുള്ള ഒരു ബാലൻസ് ട്രെയിനിങ് പേഷ്യൻറ്റിന് കൊടുക്കണം. അതോടൊപ്പം ലോക്കോമോട്ടറി ട്രെയിനിങ് അല്ലെങ്കിൽ ഗേറ്റ് ട്രെയിനിങ് എന്ന് പറയും. നടക്കുന്ന പാറ്റേൺ ഇമ്പ്രൂവ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. അതിന് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റേണലി നമുക്ക് ക്യൂസ് കൊടുക്കാം. എക്സ്റ്റേണലി ക്യൂ കൊടുക്കുക എന്ന് വെച്ചാൽ നമുക്ക് കമാൻഡ്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. പേഷ്യൻ്റ് ഇങ്ങനെ ചെയ്യണം. ഇപ്പം കുനിഞ്ഞ് നടക്കുന്ന പേഷ്യൻ്റ് നിവർന്ന് നടക്കാനുള്ള ഇൻസ്ട്രക്ഷൻ വേണമെങ്കിൽ ഒരു മിറർ കൊടുക്കാം. ഒരു ഫീഡ്ബാക്കിന് വേണ്ടി ഒരു മിറർ കൊടുത്തിട്ട് നിവർന്ന് നടക്കും, മിററിൽ നോക്കി നിവർന്ന് നടക്കാൻ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഗേറ്റ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. അതും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും എക്സസൈസുകളിൽ വരുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അഡാപ്റ്റീവ് ടെക്നിക്സ് അഡാപ്റ്റീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. അതിന് വോക്കർ, സ്റ്റിക്ക്, ഇങ്ങനെയുള്ള ചെറിയ അഡാപ്റ്റീവ് ഡിവൈസ്. പക്ഷേ വോക്കറൊക്കെ കൊടുക്കുമ്പോൾ പേഷ്യൻ്റ് ഓൾറെഡി കുഞ്ഞ് നടക്കുന്നൊരു പേഷ്യൻ്റാണ്. അപ്പോൾ വോക്കർ കൊടുക്കുമ്പോൾ ഹൈറ്റ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ പേഷ്യൻ്റ് പിന്നെയും ഫ്രണ്ടിലേക്ക് കൂനിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോക്കറിൻ്റെ ഹൈറ്റൊക്കെ പേഷ്യൻ്റെ ഹൈറ്റിനനുസരിച്ച് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കണം. ഇതിന് പുറമെ വോക്കർ അല്ലെങ്കിൽ റെയിൽസ് വീട്ടിൽ പേഷ്യൻറ്റിൻ്റെ റൂമിൽ തന്നെ, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, പേഷ്യൻ്റ് നടക്കുന്ന ആ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ വീട്ടിനകത്ത് തന്നെ റെയിൽസൊക്കെ വയ്ക്കാം. പിടിച്ച് നടക്കാനുള്ള റെയിൽസ്, ഇപ്പോൾ ടോയ്ലറ്റിൽ നിന്ന് എണീക്കാൻ വേണമെങ്കിൽ റെയിൽസ് വയ്ക്കാം. അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ ഹൈറ്റ് സീറ്റ് റേസ് ചെയ്ത് വയ്ക്കാം, പൊക്കി വെക്കാം. അപ്പോൾ പേഷ്യൻ്റ് അത്രയും ഡീപ്പായിട്ട് ഇരിക്കേണ്ടി വരില്ല. അപ്പോൾ ഈ ഡീപ്പ് സർഫസിൽ നിന്ന് താഴ്ന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇരുന്നിട്ട് എണീക്കുക എന്ന് പറയുന്ന പേഷ്യൻസിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇച്ചിരി ഹൈറ്റ് റേസ് ചെയ്ത് വെക്കാം. ഇതോടൊപ്പം പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പേഷ്യൻ്റെ എൻവയോൺമെൻറ്റ് മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ പേഷ്യൻ്റ് ഇപ്പോൾ
ബട്ടൺസ് ഇടാൻ പറ്റാത്തൊരു പേഷ്യൻ്റ് ആണെങ്കിൽ ആ ഒരു ഷർട്ടിൽ നമുക്ക് ബട്ടൺസ് വെറും ഷോയ്ക്ക് വെച്ചിട്ട് അതിന് പകരം അടിയിൽ വെൽക്രോ വെച്ച് നമുക്ക് വെൽക്രോ യൂസ് ചെയ്യാം. അപ്പോൾ പേഷ്യൻ്റ് അത് ഓഫ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുപോലെ പേഷ്യൻറ്റിൻ്റെ ഫുട് വെയർ, പേഷ്യൻ്റ് യൂസ് ചെയ്യുന്ന ചെരുപ്പ്, അത് ഫ്രിക്ഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ലെതറോ അല്ലെങ്കിൽ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് ചെരുപ്പായിരിക്കും നല്ലത്. അവർക്ക് ഈ ടോസ് വെച്ചിങ്ങനെ ഗ്രാബ് ചെയ്ത് പിടിക്കുന്നത് പാടായിരിക്കും. ചെരുപ്പ് ഇടാനും ഊരാനും അതങ്ങനെ ഹോൾഡ് ചെയ്ത് നടക്കാനും ഒക്കെ പാടായിരിക്കും. അപ്പോൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫുട് വെയർ കൊടുക്കണം. ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ചപ്പൽസ് ആണെങ്കിൽ പേഷ്യൻ്റ് വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഇതിന് പുറമെ പേഷ്യൻ്റ് സ്റ്റേജ് കൂടുന്നത്, ഇതൊരു പ്രോഗ്രസീവ് കണ്ടീഷനാണ് പാർക്കിൻസൺസ് ഡിസോർഡർ. അപ്പോൾ ഇത് പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് പേഷ്യൻ്റെ കണ്ടീഷൻ ചിലപ്പോൾ വേഴ്സൺ ആവാം. അപ്പോൾ ഫിസിയോതെറാപ്പിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ പ്രോഗ്രഷൻ ഒന്ന് കൺട്രോൾ ചെയ്യുക, പ്രോഗ്രഷൻ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതാണ്. ഈ എക്സസൈസും ഈ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുമ്പോഴത്തേനും പേഷ്യൻ്റ് കുറച്ചുകൂടെ ആക്റ്റീവായിട്ടിരിക്കും. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഹെൽത്തി ആയിട്ട് അവരെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ അവർ തന്നെ ചെയ്യുന്നതാണ് ഉത്തമം. പറ്റാത്ത കാര്യങ്ങൾ മാത്രം കൂടെ വീട്ടിലുള്ള ആളുകൾ സഹായിച്ചു കൊടുക്കുക. ഇതിന് പുറമെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സിവിയറിറ്റി കൂടുന്നതനുസരിച്ച് പേഷ്യൻറ്റിൽ കാർഡിയോ പൾമണറി പ്രോബ്ലംസ് ഒക്കെ വരാം. അതായത് ശ്വാസകോശത്തിനുണ്ടാകുന്ന പ്രോബ്ലം, ഇപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബ്രീത്തിങ് എക്സസൈസുകളും പോസ്റ്ററൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന് പുറമെ നമ്മൾ ഫിസിയോതെറാപ്പിയിൽ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻ്റൽ ഫിസിയോതെറാപ്പീസ് ചെയ്യുമ്പോഴത്തേനും നമുക്കതിനനുസരിച്ചുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത്. അപ്പോൾ പേഷ്യൻറ്റിനെ പിടിച്ച് നടക്കാനും, പേഷ്യൻ്റ് നമ്മൾ തറയിൽ ഇപ്പോൾ ഫുട് പ്രിൻസിൻ്റെ പടം കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിൽ കാല് വെച്ച് നടക്കാനൊക്കെ അങ്ങനത്തെ ഉള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പേഷ്യൻസിന്. ഇതിന് പുറമെ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ള കാര്യം, ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഡിപ്രഷൻസ് വരാൻ ചാൻസ് ഉണ്ട്, ഓർമ്മക്കുറവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരെ റെഗുലർലി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് പാർക്കിൻസൺസ് ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. നിങ്ങൾ ഈ സിംറ്റംസ് കാണുന്ന പേഷ്യൻസിനെ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കുക. അതിനോടൊപ്പം തന്നെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് ആവശ്യമായിട്ടുള്ള എക്സസൈസുകളും ട്രീറ്റ്മെൻറ്റ്സും മനസ്സിലാക്കുക. അത് നമുക്ക് വീട്ടിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്തുള്ള സെൻറ്റേഴ്സിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റൽസിൽ പോയിട്ട് നമുക്ക് ഫിസിയോതെറാപ്പി ചെയ്യാവുന്നതാണ്. താങ്ക് യു.